അല്ല മക്കൾസ്, നമ്മളെ കോഴിക്കോട് ബീച്ചിലെ എഗ് മസാലന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ? ഇതാ അടുത്ത ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കുട്ടി റെസിപ്പിയിൽ ഞാൻ വീണ്ടും വന്നിക്കുന്നു കേട്ടോ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഉണ്ടാക്കുന്ന കാടമുട്ട നിങ്ങൾ എത്ര ആൾക്കാർ കഴിച്ചിട്ടുണ്ട്? എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോട്ടെ. അപ്പൊ നല്ല മഴയൊക്കെ അല്ലേ, അപ്പൊ ഒരു കുട്ടി റെസിപ്പി കണ്ടാലോ? അപ്പൊ എല്ലാരും വാ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ. ഇതൊരു 40 കാടമുട്ട ഉണ്ട് കേട്ടോ. 40 എണ്ണം എടുത്തുക്കുന്നത് ഞാൻ ചിക്കൻ സ്റ്റോളിൽ നിന്നാണ് കേട്ടോ മേടിക്കല്. കാടമുട്ട എപ്പോഴും അവിടെ നിന്ന് മേടിക്കുമ്പോൾ എന്താ എപ്പോഴും ഫ്രഷ് സാധനമായിരിക്കും. അവിടെ എപ്പോഴും സ്റ്റോക്ക് ഇങ്ങനെ നിൽക്കലില്ല. വേഗം വേഗം തീരുമ്പോൾ പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിക്കൻ സ്റ്റോളിൽ. ഞാൻ എപ്പോഴും കാടമുട്ട മേടിക്കുമ്പോൾ അവിടെ നിന്നാട്ടോ മേടിക്കൽ. ഇനി നമ്മളതെല്ലാം കൂടി കഴുകി അടുപ്പത്തിട്ട് പുഴുങ്ങിയെടുക്കണം. ആ പുഴുങ്ങിയെടുക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് കല്ല് പൊട്ടിക്കുന്നു. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ തോട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൊളിക്കും, ഈ കാടമുട്ടേൻ്റെ തൊലിയൊക്കെ പൊളിക്കുമ്പോൾ കുറച്ച് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പൊളിക്കാൻ കുറച്ച് സിമ്പിളായിരിക്കും. ഏകദേശം പുഴുങ്ങി സെറ്റായി വന്നിക്കുന്നുട്ടോ. ഇനി അത് കുറച്ചൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് ചൂടാറട്ടെ, ഇല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളും. അങ്ങനെ എല്ലാം കൂടി ഞാൻ അതിൻ്റെ അകത്തേക്ക് വാരിയിട്ട് പൊളിച്ച് സെറ്റാക്കിയിട്ടതാ നമ്മൾ 40 കാടമുട്ടയിലും കൂടി പൊളിച്ച്. എനിക്ക് ഒറ്റയ്ക്ക് പൊളിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ രാവിലേട്ടനോടൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ടാട്ടോ അത് പൊളിച്ച് തീർത്തത്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ആദ്യം ഞാൻ കുറച്ച് കരിവേപ്പില കുനുകുന അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില, പിന്നെ നമ്മളെ കാടമുട്ട. ഇത് 3 മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന സാധനം. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. നിങ്ങൾ എത്രയാണോ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ചോളൂ കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി കുറച്ച്. ഇതാണ് പൊടികൾ മെയിനായിട്ട് വേണ്ടത്. പക്ഷെ ഇതൊക്കെ എടുക്കുമ്പോൾ കാശ്മീരിയും മുളക് പൊടിയും കുറച്ച് കൂടുതൽ എടുക്കുക. ബാക്കിയൊക്കെ കുറച്ച് മതി കേട്ടോ. ഗരം മസാലയും മല്ലിപ്പൊടി ചിക്കൻ മസാലയും ഒക്കെ കുറച്ചീച്ച മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും ഇതിന്. അതുകൊണ്ട് എല്ലാം കുറച്ചീച്ച മതി. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പക്ഷേ ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫ്ലെയിം സിമ്മിലായിരിക്കണം, ഇല്ലെങ്കിൽ ഈ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇനി ഓഫ് ചെയ്ത് വെളിച്ചെണ്ണ ചൂടായിട്ട് മാറ്റി വെച്ചിട്ട് പൊടി ഇട്ടാലും മതി കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ഒന്നിച്ച് പൊടി എല്ലാം കൂടി എടുത്തു വെച്ചത്. നമ്മൾ ഓരോ പൊടി ഇങ്ങനെ ഇടുന്ന സമയം കൊണ്ട് ഇതൊന്നായിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്നിച്ച് പൊടി എടുത്ത് വെച്ചതിന് ശേഷം ഇടാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി അതൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരട്ടുമ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഏകദേശം ഈ മസാല മൂത്ത് ഒന്ന് വന്നിക്കുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആ മല്ലിയിലല്ലേ, നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില അതിട്ട് കൊടുക്കണം. പിന്നെ ഈ മല്ലിയിലല്ലേ ഇതേപോലെ കുറച്ച് ചെറുതാക്കി അരിയണം. വലിയതാക്കി അരിഞ്ഞു കഴിഞ്ഞാൽ ഈ കാടമുട്ടേൻ്റെ മുകളിൽ പിടിച്ച് കിടക്കും ഒന്നായിട്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ കുട്ടിയൊക്കെ അരിയുന്നതാണ് കുറച്ചും കൂടി നന്നാവുക. അതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച കരിവേപ്പില ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ശ്രദ്ധിക്കണം, ഇത് പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ആ കാടമുട്ട ഒന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി നല്ല മൊത്തത്തിൽ ആ മുളകും മസാല മൊത്തം ആ കാടമുട്ടയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണോ. കുറച്ച് വലിയ പാനോ കുഴിയുള്ള പാത്രം എടുക്കുന്നത് കുറച്ചും കൂടി നന്നാവട്ടെ. ഇത് ഈ കാടമുട്ടയൊക്കെ ആകുമ്പോൾ ഈ ഇളക്കുമ്പോൾ താഴോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഇത് ഇളക്കിയത്. കാരണം എന്താ വെച്ചാൽ എങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇത് താഴോട്ട് പോകും, ഉരുണ്ട് മറിഞ്ഞ് വീണ് പോകും. അപ്പോൾ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല കുഴിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. ഞാൻ ഇതിൽ വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടി ഇളക്കി സെറ്റാക്കി എടുക്കാം. പതുക്കെ ഇളക്കിയില്ലെങ്കിൽ ഒന്നായിട്ട് താഴെ പോകും സാധനം. നമ്മൾ മസാല കുക്കായതിന് ശേഷം അതിലേക്ക് ഈ കാടമുട്ട ഇട്ട് ഇനി ജസ്റ്റ് ഇളക്കിയിട്ട് ആരും ഗ്യാസ് ഓഫ് ചെയ്യരുത് കേട്ടോ. കാരണം ഇതൊരു 5 മിനിറ്റ് ഇത് കുക്കാവാനുണ്ട്. കാരണം നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് മസാല ഇട്ട് മൂപ്പിച്ചതാണെന്നുണ്ടെങ്കിലും പക്ഷെ ഈ മസാല ഇതിലേക്ക് കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്യണം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ സിമ്മിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താലേ ആ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോവരുതേ. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കായി എന്ന് വിചാരിച്ചിട്ട് വേഗം കാടമുട്ടിട്ട് ഇളക്കിയെടുത്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മളെ സാധനം ഏകദേശം സെറ്റ് ആയിക്കുന്നു കേട്ടോ. ഇനി ഞാൻ പോയി കട്ടൻ ചായയും കൂട്ടി ഒരു പിടി പിടിക്കട്ടെ. അപ്പൊ ടാറ്റാ, ബൈ ബൈ, സീ യു.